So good evening, Namaskaram, Vanakkam friends. Welcome to the fourth evening of the month of June, where we are talking about stress, anxiety, tension, whatnot. നമ്മുടെ ലൈഫിൽ ഈ വാക്കുകൾ ഉച്ചരിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്ന് നമുക്കറിയാം. അത് ഒരിക്കലല്ല, പലപ്പോഴും. ഇന്നൊരു സ്ട്രെസ്ഫുൾ ഡേ ആണ്. എന്തൊരു ടെൻഷനാണ്, ആങ്സൈറ്റി, സോ മച്ച്. ഇത് പറയാത്ത വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇന്ന് എവിടെയോ വായിച്ചിരുന്നു, ഇഫ് സ്ട്രെസ് കുഡ് ബേൺ കാലറീസ് ഐ വുഡ് ബി എ സൂപ്പർ മോഡൽ. ബട്ട് എന്താ പറയാ, അതിനുള്ള ഒരു കഴിവല്ല അതിനുള്ളത്. ആക്ച്വലി ഇറ്റ് ടേൺസ് അതർവൈസ്. സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഡാമേജസ് ഇസ് ടു മച്ച്. ഒരു ചെറിയ കുഞ്ഞു മുതൽ ഒരു എൽഡർലി പേഴ്സൺ വരെ സ്ട്രെസ്സിന്റെ ഒരു എന്താ പറയാ ആ ഒരു ക്ലാസിലാണെന്ന് നമുക്ക് പറയാം. എസ്പെഷ്യലി ഇൻ ദിസ് കോവിഡ് ടൈം. നമുക്കറിയാം ഈ കോവിഡ് സിറ്റുവേഷൻ നമ്മൾ എത്രത്തോളം മോർ സ്ട്രെസ്ഫുൾ ആക്കിയിട്ടുണ്ടെന്ന്. ഐ എം ടോക്കിംഗ് ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി കേരള. ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ലോക്ക്ഡൌണിന്റെ ഇടയിലാണ്. ഇറ്റ് ഇസ് സ്ട്രിക്ട് ലോക്ക്ഡൌൺ ഗോയിങ് ഓൺ ഹിയർ. അപ്പൊ ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ തൊട്ട്, അല്ല സ്കൂളിൽ പോകുന്നില്ല, അതിന് മുന്നേ അത് ഒരു 3 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ദിസ് കോവിഡ് ടൈം. സ്ട്രെസ് നമുക്ക് ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ബിക്കോസ് എന്തായാലും സ്ട്രെസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് ഹൗ വി റിയാക്ട് ടു ദ സ്ട്രെസ്. അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, ഹൗ വി റിയാക്ട് ടു ദി സ്ട്രെസ്. ഈ സ്ട്രെസ് വേണ്ടെന്ന് പറയുന്ന ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വയലിന്റെ സ്ട്രിങ് നമ്മൾ കണ്ടിട്ടില്ലേ? അത് മാക്സിമം ടെൻഷനിൽ വെച്ചാലേ അതിൽ നിന്ന് മധുരമായ ശബ്ദം വരും. മധുരമായ ശബ്ദം വരണമെങ്കിൽ അത് നന്നായി വായിക്കാനും അറിയാം. അപ്പോൾ സ്ട്രെസ് നന്നായി മാനേജ് ചെയ്യാൻ അറിയാം. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പൊ സ്ട്രെസ്സിനെ കുറിച്ച് ആമുഖമായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ വെൻ വി ടോക്ക് അബൌട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ടുഡേ, ലെറ്റ്സ് ലിസൺ ടു സംവൺ ഹു ടെൽസ് us about holistic health. WHO ഒരു ഡെഫിനിഷൻ ഉണ്ട് ഹോളിസ്റ്റിക് ഹെൽത്തിനെ കുറിച്ച്. ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ഇൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. അതിൽ മെന്റൽ എന്ന ഒരു കാര്യത്തിനെ നമ്മൾ പിന്നെയും കുറച്ചും കൂടെ ബൈഫർക്കേറ്റ് ചെയ്യുക. വി ആർ മേക്കിംഗ് ഇറ്റ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. ടുഡേ വി ഹാവ് എ പേഴ്സൺ വിത്ത് 2 decades of experience as emotional, physical and spiritual healing as a holistic wellness coach, with proven techniques validated by science and backed by the wisdom of age-old tradition. Recipient of Lifetime Achievement Award in Holistic Wellness Space. Mastery in more than 13 disciplines in holistic wellness and energy space. A pioneer of groundbreaking mind-body transformation techniques using natural protocols, creating miraculous results in people's lives, effectively practicing stress management, weight loss, immunity and longevity. So stress managementന്റെ ഒരു ബൈഫിക്കേഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ ഈ സെക്ഷൻസ് എല്ലാം വരുന്നത്. So basically stress management, weight loss, immunity and longevity. So mind is very much connected to the body. It says so. My dear friends, I'm extremely happy to present you Dr. Smitha Prabhakar, a life and transformation coach, for today's session. Let's give our stress wings. നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനൊക്കെ ചിറകുകൾ കൊടുക്കാം, so that it simply fly away. I'm very happy to introduce this great personality for this session and feeling so happy to be a part of ACAF, a great fraternity determined to make changes in everybody's life. Thank you. Thank you, Julin. Okay. Thank you, Julin.
എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ കോളേജുകളുടെ കൂട്ടായ്മയായ, പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അക്കാഫ് UAE എന്ന സുശക്തവും പ്രവർത്തനരഹിതവുമായ സംഘടനയുടെ അക്കാഫ് വെൽനസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ നടത്തുന്ന സ്ട്രെസ് മാനേജ്മെന്റ് വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിയ അക്കാഫ് പ്രസിഡന്റ് ശ്രീ ചാൾസ് പോളിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ചീഫ് പേട്രൺ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ചെയർമാൻ ശ്രീ രാഹുൽ ഹമീദ്, ജനറൽ സെക്രട്ടറി ശ്രീ VS ബിജുകുമാർ, ട്രഷറർ ശ്രീ ജൂഡിൻ ഫെർണാണ്ടസ്, ചീഫ് കോർഡിനേറ്റർ ശ്രീ അനൂപ് അനിൽ ദേവൻ, ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ റാണി സുധീർ, പ്രസിഡന്റ് അനു പ്രമോദ്, സോഷ്യൽ മീഡിയ, PR എന്നീ വിഭാഗങ്ങൾ ഏകോപിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ, എൻ്റെ എല്ലാ അക്കാഫ് സുഹൃത്തുക്കളും, കൂടാതെ ഇന്ന് ഇവിടെ സൂം സെഷനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വളരെ സന്തോഷപ്രദമായ ഒരു മണിക്കൂർ ആശംസിക്കുന്നു. ആദ്യമായി വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ചെയർപേഴ്സൺ റാണി സുധീറിനെ ആശംസ അർപ്പിക്കാൻ ക്ഷണിക്കുന്നു. റാണി ചേച്ചി പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആൾ. വളരെ നാളുകളായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു സ്ട്രെസ് മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. നമ്മളുടെ വെൽനസിന്റെ ഒരു പ്രോഗ്രാമാണ്. അതില് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ഡോക്ടർ സ്മിത പ്രഭാകർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ലേഡീസ് വിങ്ങിന്റെ സെക്രട്ടറിയായ വിദ്യാ പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിശ്വസും ഞാൻ നേരുന്നു. കുറേ അധികം ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാനൊക്കെ എനിക്കുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സമയപരിധി കാരണം ഞാനൊന്നും ചോദിക്കുന്നില്ല. ജോലിൻ വളരെ വ്യക്തമായ രീതിയിൽ സംസാരിച്ചിരുന്നു. താങ്ക് യു ജോലിൻ. പിന്നെ എല്ലാ കാര്യങ്ങളും ജോലിൻ അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അറിയാം, വളരെ സ്ട്രെസ്സിന്റെ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ ഓരോ നമ്മുടെ ലൈവില് വന്ന് നമുക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാനും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഡോക്ടറിനോടും വിധിയോടും എല്ലാവരോടും നന്ദി പറയുന്നു. ബൈ. താങ്ക് യു റാണി ചേച്ചി. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. Now I proudly invite the very talented, the simple, very down to earth, gorgeous, ഇതിനെല്ലാം ഉപരി എനിക്ക് പ്രത്യേകം അടുപ്പമുള്ള, വളരെ ചെറുപ്പം മുതലേ സ്കൂൾ കാലഘട്ടം മുതൽ പരിചയമുള്ള നല്ലൊരു സുഹൃത്താണ് ഡോക്ടർ സ്മിത പ്രഭാകർ. വളരെ അഭിമാനത്തോടു കൂടി ഡോക്ടർ സ്മിത പ്രഭാകറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് സ്മിത. Thank you, Vidya. Appreciated all the beautiful words. First, I'd like to tell you, you're here for a reason, right? All of us are here for a reason. Something very, very important. No biowarfare, not COVID. I'm going to talk about something very, very pressing. Very, very important. The biggest silent killer. It's one of the most important topics. And now I want to say, how many of you are going to give your 100%? What is causing you stress? Remember, 63% of the workforce in the whole world are ready to quit their jobs because of stress. 54% of people take the stress home, and that creates chaos in their houses as well. No matter who we are, no matter what our position is, our mental well-being is very, very important during these times, isn't it? How many of you would like to get rid of stress completely from your life? Take away stress completely. There was so much of pressure, unbelievable pressure. And I fell into the deepest depression because I couldn't keep up to that. Do we resonate with that? We all put pressure to our colleagues,
to our subordinates, to our kids. And in that pressure, I withered. And I had to be under medication. And you know, the biggest breakthrough in my life happened when I realized that the world will just move on. If I'm the number one or no, it doesn't matter. I can make mistakes. I was imperfect. When I realized that everything is okay, it's okay to be not perfect. That's the biggest breakthrough what I got. And now my purpose is also helping a lot of people who are going through a lot of tendencies, suicidal tendencies. I'm working with authorities to help people to come out of high levels of stress, uncertainties, can't cope up with the pressure. We all have gone through that. And how many of us want to really give your 100% today to learn the tools, how you can get out of it? We cannot be out of stress completely, right? That's also not good. Stress is there for a reason. We have all heard motivational talks. We say, oh, yes, today I'm going to work out with this thing. And just after you leave, you don't do anything about it. Today, I want each and every one of you to take away something. Let's do a small little exercise right now for you to understand how the stress works. So take a deep breath. I want each and every one of you to sit straight and take a deep breath. Deep inhale. To the count of 4. Deep inhale. And exhale. Deeply inhale once again. With each inhalation, you're getting to deep, relaxed state. And with each exhalation, you're just letting go of the worries of the day. So now, I want you to think about one of the most stressful situations in your life. Something which has given you the most amount of stress. When you change your state, you change your emotions. When you change your emotions, you change your reality. Be in the moment. See the lemon's bright yellow color. Notice its texture. Feel the wrinkles. Notice what you're feeling. Feel the waxy surface of the peel and the firmness and the juicy pulp beneath it. Beautiful. You're able to give instructions to your mind to shift completely. And your mind has that power to do it. And you can change your mind from a highly stressed mind to a more resilient, to a more happier, peaceful mind. Do you believe that your mind has the power now? By giving instructions, the right time, with the right techniques, you can change that. And how many of you believe that you can do it? We always get caught up in these thoughts. We always get caught up in the stories what our mind tells. And regarding your mind does what it thinks that it's the best interest. It's always trying to protect you, right? You don't want danger, so it'll actually start to protect you from danger. How do you talk to your mind? By doing mindfulness practices. Your mind is totally hardwired to move towards pleasure. 95% of the diseases are caused by stress. But we don't listen. The moment you realize there is something manifesting in my body, in my physical reality, you need to take a step back and say, what do I need to resolve inside me? Just when you wake up, open your hands and say,
I'm grateful for this. I'm grateful for this. I'm grateful for this. 5 things in your life. Just open your hands and say, I'm grateful for my life, for this breath. And start the day on a positive note. Connection. Connect to communities like this, like ACAF, and have organization where you connect to amazing people at least once a week to share. Reach out for help. If somebody needs help, reach out for help. So you're able to calibrate your health and increase your immunity, which is very, very important. That's the last line of defense. But if you have the tool to do something within you, with you, just with you, sitting down, practice meditation, practice mindfulness, practice heart-brain coherence. Do you want to experience a small meditation technique where you could do that consistently? It could be about 7 minutes or so, but it's going to give you an experience which you can take away today. Small little tool, another tool which you want to give today. If you're into very, very highly stressful situation, I will tell you, I'll give a small little technique before we get into the meditation. Think of something that make you feel very stressed, unhappy, overwhelmed. And now I want you to think a dial, just like a dial, from 0 to 10. Slowly clear your mind and can softly open your eyes. And I want you to cross your arms, just your right hand over the left hand. Place your hand on the top of your shoulders. Slowly, when you're ready, you can open your eyes. How is everyone feeling? Mr. Manoj is already totally relaxed, ready to bed. How is everyone doing? Exactly, it's very relaxing. Time to sleep. Time to sleep. Great, great. Seriously, it gone 8 to 1. Actually, I was driving. I stopped my car. I parked the car I couldn't even see the dial. because I was about to sleep, so I parked the car. No one should do any meditation, especially with me when you're in the car. Yeah. No, we actually don't want to do that, but unfortunately, that went to the parking lot and did that. Especially my kids are digging me a lot, but I said stop it. Beautiful, beautiful, beautiful. And how? Let me just hear from you. Okay, I can see 8 to 2. But whose has gone reverse? 8 to 1, 7 to 0. No number at all. Tushar, he's always the best meditator. Krishna from 9 to 1. Yeah, something very serious, right? We all go through situations and the tool is just with you. If you can prevent it before it reaches there, why not? So let's all walk away today with something beautiful, right? And be connected to the community, be connected to the group like this. ACAF is doing amazing, amazing stuff, right? Now you shared, most of you were active today. That's why you have got the results. I want to hear whose major issue went off today. I know this is a very powerful technique which you use. Actually, I was not having that much stress, but the thing is that the way you give the tips, that is very useful. I tried, 1 or 2 occasions that. So which one the last one? So it was not that much unmanageable stress, but it was a stress. But when I tried this one, it is totally gone. So it is very useful tool. Exactly. Very, very good, Mr. Manoj. Yes, Yeah. absolutely. It's very simple, right? How many minutes it took us? Yeah, exactly. It is very simple and we can do anywhere. Absolutely. Go into your car, sit there, take a deep breath, put a nice Correct. music, and just do this tool. But it's one of the most powerful techniques. Yeah, which you it's can very ever effective. implement it. Yeah, implement it. Yes. Thank you. It was a Welcome. great tool actually. Welcome. Thank you. Yes, Mr. Biju. Yes. Yeah, good evening. Actually, I did take up one of my very stressful situation.
and at least now after this, doing this, at least for the time being, I'm not thinking about it. It is totally gone, at least for the time being. Wow, wow. Be positive. We can see that happiness in your face. നമസ്കാരം, എല്ലാവരും നമസ്കാരം. എന്തായാലും ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് ഡോക്ടറോട് ചോദിച്ചാൽ അറിയാൻ, ഞാൻ ഡോക്ടറിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട ഒരാളാണ്. അങ്ങനെയല്ല, ഡോക്ടർ പറയുന്ന നല്ല കാര്യങ്ങൾ അത് ഫോളോ ചെയ്യാൻ പറ്റാതെ ഓടിയാണ് ഞാൻ. അപ്പൊ എനിവേ നല്ല, കാരണം ഒരുപാട് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് സ്ട്രെസ് അല്ലാതെ തന്നെ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഡോക്ടർ പറയുന്ന നിർദ്ദേശം, അവർ തരുന്ന ഉപദേശങ്ങളും മറ്റും ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. അതില് മാറിപ്പോയ ഒരു കുട്ടിയാണ്. എനിവേ ഇത് ഒരുപാട് ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തെ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ സമയക്കുറവ്, ഇപ്പൊ ജോലിയും കൂടി ഇല്ല, വലിയ ബിസി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒരുപാട് പേർക്ക്, കാരണം ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വെർഷൻ ഉണ്ട് ഡോക്ടറെ. ഇത് മാത്രമല്ല, രാവിലെ എല്ലാ ദിവസങ്ങളിലും, കാരണം നമ്മളെപ്പോലെ മലയാളികളല്ല അധികവും ഇവിടെ ഉള്ള പ്രമുഖരായിട്ടുള്ള RFs അതുപോലെ തന്നെ ഒത്തിരി രാജ്യക്കാരുമാണ് അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. അവരെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വീഡിയോകൾ തന്നെ ഇതിനകത്തുണ്ട്. ഞാനത് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പം ഇത് ഇത്രയും സമയം നമുക്ക് അനുവദിച്ചു തന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രയോജനകരമാണ്. അത് എല്ലാവരും ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലൊക്കെ കയറണം, അവരെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഈ സമയത്ത്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ അക്കാഫുമായിട്ട് ഇത്രയും സമയം കൊണ്ടുവരാൻ പറ്റില്ല. അത് വിദ്യയ്ക്കും അതിന്റെ അഭിനന്ദനങ്ങൾ പറയാണ്. വിദ്യയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നത്. ഇനി ഇത് പോരാ, ഇനിയും ഒരിക്കൽ കൂടി വരണം. ഇത്രയും സമയം നമുക്ക് എല്ലാവിധ നന്ദിയും കടന്നിരിക്കുന്നു അക്കാഫിന് വേണ്ടി. താങ്ക് യു സോ മച്ച്. Anyway, it was a wonderful session. Thank you so much. Anyway, I invite Manoj to talk something about the session. Give vote of thanks. ആർക്കും സംശയമൊന്നുമില്ല. സ്മിതയെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, തീരത്ത് ഇന്നത്തെ ദിവസം തീരത്തില്ല. പിന്നെ ഒത്തിരി എനിക്ക് സ്മിതയെ കുറിച്ച് പഠിക്കാൻ പറ്റി. ഞാൻ ജസ്റ്റ് ആക്ച്വലി വാച്ചിങ് ടു ഹർ ഔട്ട് സ്പീക്ക്, രസകരമായി സംസാരിക്കുന്ന രീതി. അന്നും ക്വയറ്റാണ്, ഇന്നും ക്വയറ്റാണ്. വളരെ സന്തോഷമുണ്ട് സ്മിത. വെരി ഗുഡ് സ്പീച്ച്. Really? Yeah, same. She's always same. Like, എപ്പോ കാണാൻ തുടങ്ങിയ ഇപ്പോഴും അതേമാതിരി തന്നെ. Right? We can just change what is there within us. We are just a small speck. Our simplicity, and if we are like able to just know that we are just a small speck in the whole world. Even one person out here was able to come out of their stress. I'm the most happiest person. What I'm just trying to say is come out of perfection, right? We don't have to be the best in everything, right? The main stress and we are the perfectionist. We want everyone to be perfect like us. That causes a lot of stress, right? And I'm so grateful and honored to be here to share whatever insights I have with each and every one of you. Thank you. God bless you. Thank you so much, Smita. It was wonderful. Indeed, no words. I can't express my feelings, and it was so relaxing. And now I invite Manoj KV. I think all the questions and everything is over now. Already 8:20. So, Manoj, please. Good evening, all. Doctor, thank you very much for that video. The video name is itself, it is named as teamwork. That is exactly mean for ACAF, because we work for the team always, and we work for the society. That is what, the years and years we are doing here in UAE. During our Pravas life, we have, things are doing like anything we are doing for society. There is no limit at all. We are actually, when we saw that video, that is actually showing us a driving force.
that's a good example, and thank you very much for sharing that video. ഇന്ന് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംഭവബഹുലമായൊരു ദിവസമായിരുന്നു. കാരണം ഉച്ച മുതൽ all Akafians are attending too many Zoom sessions here and there. People are all over the city and attending the meetings. But still we maintain our 70 pax attendance. That is the great thing for our teamwork. 70 ആൾക്കാർ നമ്മൾ ഒരേ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഈ സെഷന്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ ഞങ്ങൾ ആൾക്കാർക്കുള്ള ഒരു താല്പര്യമാണ്. അതിൽ നിങ്ങളുടെ ഇൻപുട്ട് ഇറ്റ് ഈസ് വെരി വെരി ഗ്രേറ്റ്. സോ താങ്ക് യു വെരി മച്ച്. ആൻഡ് അതേപോലെ മറ്റ് സംഘടനകളിൽ നിന്നും 1-2 ആൾക്കാരൊക്കെ വന്നിരുന്നു, ആദ്യമൊക്കെ കണ്ടിരുന്നു. എങ്കിലും പുതിയ ഒരുപാട് മുഖങ്ങൾ. ഫസ്റ്റിൽ തന്നെ നമ്മളൊരു പരിചയപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നും ഒരു ട്രെയിനർ, എങ്ങനെയാണെന്ന് അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ യാതൊരു ലിമിറ്റേഷനും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ആൾക്കാരും ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്ന ഒരുപാട് ഫാമിലിയെ കാണാൻ കഴിഞ്ഞു. വളരെ അക്ഷമയോടെ ഡോക്ടറുടെ 1 മണിക്കൂർ സെഷൻ, ഇത്രയും ഇന്ററാക്റ്റീവ് സെഷനൊക്കെ വളരെ ഊർജിതമായി അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ സെഷൻ വിജയിപ്പിച്ച എല്ലാ അക്കാഫിയൻസിനും അതേപോലെ നമ്മുടെ മെമ്പേഴ്സിനും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച അക്കാഫിന്റെ ലേഡീസ് വിങ് ജനറൽ സെക്രട്ടറി വിദ്യ ആൻഡ് അനു പ്രമോദ് ആൻഡ് റാണി ചേച്ചി, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ആ ഒരു വിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുകയും ഞങ്ങളെയൊക്കെ ഡെയിലി റിമൈൻഡറുകൾ തന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഒരു വിധത്തിലും നമ്മുടെ നോർമൽ വിജയമാക്കരുത്, ഇതൊരു അഭൂതപൂർവ്വ വിജയമാക്കണം എന്ന് തന്നെയുള്ള ഒരു ആഗ്രഹത്തോടെ ഇറങ്ങുകയും അത് അതിന്റെ സാഫല്യത്തിൽ എത്തി നിൽക്കുകയും സഹായിച്ച ആ ഒരു വിങ്ങിന് വലിയൊരു കയ്യടി കൊടുക്കും. പിന്നെ നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ അക്കാഫിന്റെ സാരഥികളായ ജനറൽ സെക്രട്ടറി VS ഗുജുമാറും ടീമും മറ്റുള്ള ആൾക്കാരൊക്കെ തിരക്കാണെങ്കിലും VS നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, സത്താർ ഉണ്ടായിരുന്നു, രഞ്ജിത്ത് ഉണ്ട്, ഉല്ലാസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും, മനോജ് VC, അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഇന്ന് വന്ന് നമ്മളെ കൂടെ വളരെയധികം സഹകരിക്കുകയും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്ത് വിജയിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ഡോക്ടർ അക്കാഫിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ അക്ഷമരായി കാത്തിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ before that I'm sorry to interrupt you. Sorry, if Anu is there, I think Anu is there. Anu can speak a few words about the session. Good evening, everybody. Thank you so much, Dr. Smitha, for that wonderful session. I also do a little bit of training here and there, and mindfulness is something that I teach children, and I know how effective it is. And today I think everybody who's come on this call have definitely experienced a lot of change in their mind and in their body, and you've given us wonderful tips on how we can manage stress. Definitely we need stress. It's good to a certain extent, it keeps us going, but to manage the extra stress, thank you so much, Dr. Smitha. I just hope that everybody would continue to use these tips and techniques that she has taught us, because we all attend so many programs and in 2 days it's gone. But this is so very important that we practice consistently, whether it's physical, mental, spiritual, we need to be consistent. Anyway, thank you. I will not take too much of time. It's a Friday night and it's 8:30. Thank you so much to everybody who came in. Thank you, Vidya, for bringing Dr. Smitha to us. And thank you, everybody. Stay safe, stay stress-free, and good night.